നമ്മുടെ യാത്രകൾ തുടരുകയാണ്. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ ഒരു സ്ഥലം നേരിട്ട് കാണാൻ പറ്റുമെന്ന്. കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നൗമി, which standard you are studying? 3. Where is your house? There? Nice to meet you. Bye. നമ്മൾ മൗലിംഗ്ലോങ് വില്ലേജിലേക്ക് പോവുകയാണ്. ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്നതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റിയത് നമ്മളുടെ നാട്ടിലുള്ള തൊഴിലുറപ്പ് ചേച്ചിമാരെ പോലെ ഇവിടെയും കുറച്ച് പേരുണ്ട്. സോ അവർ ആ ഏരിയ ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ നാട് ഒന്ന് ഓർമ്മ വന്നു. അപ്പോഴേ കണ്ട കുട്ടിയുടെ വീടാണിത്. അവൾ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴി തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെയുള്ളവർ എപ്പോഴും തന്നെ ഈ ഒരു ഗാർഡനിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവരുടെ ഏരിയയിൽ എല്ലാം പൊതുവെ ഈ ഒരു സ്ഥലം എന്നല്ല, നമ്മൾ വന്ന ടൗൺ ആണെങ്കിലും ഏരിയസ് എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഗാർഡനിങ് ചെയ്ത് വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ച് അവർ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ഏരിയ ഏറ്റവും കൂടുതൽ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ മുളയാണ്. ബാംബു ട്രീസ് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അവർ തുണി ഉണക്കുകയാണോ അതോ ഇനി തുണി സെയിലിന് വെച്ചിരിക്കുകയാണോ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയ വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റൊക്കെ വരുമ്പം ഇരിക്കാനുള്ളൊരു സെറ്റപ്പിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു ഏരിയ പോലെ ആയിരിക്കാം ഇത്. ഇതാണൊരു ബാംബു തന്നെ യൂസ് ചെയ്തിട്ടൊരു പാലവും അതിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലൊരു വ്യൂ പോയിൻറ്റും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കയറുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒന്നിൽ കൂടുതൽ പേർക്ക് ആ ഒരു ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല. ഒരാൾ കയറി കുറച്ച് ദൂരം പോയിട്ട് അടുത്ത ആൾ കയറുന്ന പോലെ, കാരണം ബാംബൂസ് ആയതുകൊണ്ട് വെയിറ്റ് താങ്ങുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ ഒരു ബംഗ്ലാദേശിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് വീഡിയോയിൽ, സെയിം തന്നെയാണ് ഇവിടെ കുറച്ചുകൂടി അടുത്ത് നമുക്ക് ബംഗ്ലാദേശ് കാണാൻ പറ്റും. ഈ ഒരു വ്യൂ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അത് ഈ ബാംബു ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് കാണുക, അതിലൂടെ ഇറങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ നല്ലൊരു രസമായിരുന്നു നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ വ്യൂ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. താഴെ ഇവിടെ ഒരു അംഗനവാടി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ ഒരു ഏട്ടൻ ഐസ്ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.